ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു പാലക് പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിനായിട്ട് ഒരു ജാറിലേക്ക് കുറച്ച് പാലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്കൂടെ ചേർത്തുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടികളുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ അരച്ചിരിക്കുന്ന പാലക്കിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെളുത്ത എള്ളാണ്. അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു 2 സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കൂടുതലും നമ്മൾ 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് മാവ് ഇതേപോലെ കുറച്ച് വലിയ ഉരുളകളാക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ചൊന്ന് പരത്തി എടുക്കാം. ആദ്യം തന്നെ കുറച്ച് ഗോതമ്പ് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ആദ്യം. അതിനുശേഷം ഇതിൻ്റെ പുറത്ത് കുറച്ച് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് ബ്രഷ് കൊണ്ട് എല്ലാവരും ഒന്ന് ആക്കിയതിന് ശേഷം കുറച്ച് ഗോതമ്പൊടി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇവിടെ അടുത്തത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ശകലം ഗോതമ്പ് പൊടി മതി. എല്ലായിടും ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കിയതിന് ശേഷം കുറച്ചുകൂടെ നെയ്യ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ബാക്കിയിരിക്കുന്നതും ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് കുറച്ച് നമുക്ക് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യൂടെ തൂവി കൊടുക്കുന്നുണ്ട്. 2 സൈഡും നമ്മൾ തിരിച്ചും മറിച്ച് വിട്ടതിന് ശേഷം ഇപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ ഒരു പാലക് പൊറോട്ട ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.